അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 2 അല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി, നോമ്പ് തുറന്നപ്പോൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ടാങ്ക് വെള്ളം കലക്കിയിട്ടാണ് കേട്ടോ. ഞാൻ ടാങ്ക് വെള്ളം കലക്കി വന്നപ്പോഴേക്കും ഉമ്മ ഇവിടെ മുന്തിരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ജ്യൂസ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. മുന്തിരി തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അത് ചൂടാറി കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ മുന്തിരി ജ്യൂസ് അടിക്കാറുള്ളത്. അതിനുശേഷം അത് ആ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാ കാരണം തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷെ ഉമ്മാക്ക് ചെറിയ ഉള്ളി ഇഷ്ടമല്ല കേട്ടോ, അതാണ് ഞങ്ങൾ ചെറിയ ഉള്ളി ഇടാത്തത്. അങ്ങനെ തരിക്കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഉമ്മ സമൂസക്കുള്ള ഉള്ളിയും ഉരുളക്കിഴങ്ങും അരിയാണ്. ഇന്ന് ചിക്കനൊന്നും ഇടാതെ വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ വെജിറ്റബിൾ സമൂസയിലും ചിലവർ പച്ചപ്പട്ടാണിയൊക്കെ ഇടും. ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ വെറും ഉള്ളിയും ഉരുളക്കിഴങ്ങും അതേപോലെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഇതാ സമൂസക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ പറയണില്ല.
അപ്പോഴേക്കും മുന്തിരി ജ്യൂസ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ സമൂസ റെഡിയാക്കുകയാണ്. എനിക്കിത് ചുറ്റാൻ അറിയില്ല കേട്ടോ, ഉമ്മാക്കും മോനുക്കെ ചുറ്റാൻ അറിയുള്ളൂ. അങ്ങനെ ദാ സമൂസ പൊരിക്കുകയാണ് കേട്ടോ. ഉമ്മ അപ്പുറത്ത് നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സമൂസ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇനി നൂൽപുട്ടിനുള്ള തേങ്ങ ചിരകുകയാണ്. അതിനുശേഷം ഉമ്മ നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാടമുട്ട പീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. അതിങ്ങനെ മസാല ആക്കിയിട്ട് കഴിക്കണ രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ കഴിക്കാറുള്ളത്. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയം ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാതും മേശമ കൊടുന്ന് വെക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാങ്ക് കൊടുത്ത് ഞങ്ങളെല്ലാവരും നോമ്പറന്നു കേട്ടോ.
അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാനിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തരിക്കഞ്ഞി കുടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. ഞാൻ കട്ടൻ ചായയെ കുടിക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പാൽ ചായ കേട്ടോ കുടിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.